ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ എന്താ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നത്. ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഫെയർവെൽ കൊടുക്കുകയാണ്. ഞങ്ങളാണ് കൊടുക്കുന്നത്. 2020 ബാച്ചുകാരാണ് കൊടുക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഒരുങ്ങി റെഡിയായി നിൽപ്പുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ കൺസിഡർ ഗൈസ്. അപ്പം ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മുടെ കടയിൽ പർപ്പിളാണ് കേട്ടോ ഞാൻ ചെയ്യിപ്പിച്ചത്. അപ്പം വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, Are you excited? ഭയങ്കര എക്സൈറ്റഡ്. കാരണം നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്ത് നമ്മുടെ ഫെയർവെലാണ്. നമ്മുടെ സീനിയേഴ്സിനൊക്കെ നമ്മുടെ ഫെയർവെലാണ്. രാവിലെ ഒടുക്കുന്ന മഴയായിരുന്നു. ഭയങ്കര ലേറ്റ് ആയി ഇറങ്ങാൻ. മഴ നനഞ്ഞ് കുടിച്ച് കുട്ടിയൊക്കെ പോയി. ഞങ്ങൾ ഇന്നും കൂടി ഇട്ടായിരുന്നു ഗൈസ്. ഞങ്ങളുടെ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. കഷ്ടപ്പെടുന്ന ടാസ്കിന് വേണ്ടി കഷ്ടപ്പെടുന്ന ജിത്തു. അയ്യോ, പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇതൊന്നും ഇടൂല്ലേ. All right, please sit down. Welcome our beloved principal ma'am, Dr. Lovely Paulos, to the stage. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനമായപ്പോഴത്തേക്കും എല്ലാവർക്കും കോളേജിൽ കയറുമ്പോഴത്തേക്കും നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും പഠിക്കാൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ആണ്, എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. എവർക്കും എൻ്റെ നമസ്കാരം. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, 2020 ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ ആദ്യമായി പഠിപ്പിക്കാൻ കിട്ടിയ കുറച്ച് ബാച്ചുകളിൽ ഒരു ബാച്ചായിരുന്നു നിങ്ങളുടെ 5/6. നിങ്ങളപ്പോൾ 5/6-ലായിരുന്നു. ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ളൊരു ബാച്ചാണ്. ക്ലാസ്സിൽ ചെന്നിട്ട് ഉളുപ്പില്ലേ, നാണമില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കുഴപ്പമില്ല, ക്ലാസ്സിലെ സംസാരം, ആ ഒരു ഡിസ്റ്റർബൻസിന്റെ പേരിലാണ് അങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു ഭൂരിഭാഗം കുട്ടികളോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അതുണ്ടായത് ഞാൻ വന്ന സമയത്ത് എന്നെ ചേച്ചി മിസ്സേന്ന് വിളിച്ചിട്ടുണ്ട് കുറച്ച് പേര്. കാരണം ഞാനിവിടെ 5 ഇയർ LB പഠിക്കാൻ നേരം എൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്ന കുറച്ച് പേര് നിങ്ങളുടെയും സുഹൃത്തുക്കളാണ്. അപ്പൊ ആ കോമൺ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട് പലരെയും എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഓണവും വിഷു ക്രിസ്മസും അവസാനമൊക്കെ അടിച്ചു പൊളിച്ചിരുന്നപ്പോൾ ഓർത്തില്ല നമുക്കും ഇങ്ങനെ ഒരു അവസാനം ഉണ്ടാവുന്നത്. അത് അവസാനം ഉദ്ദേശിച്ചത് ഇന്ന് ഇവിടെ കൂടിയിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സീനിയേഴ്സിന്റെ ഫെയർവെൽ ആണ്. നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞങ്ങളിവിടെ കയറി വന്നപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കോവിഡ് സമയത്ത്. അപ്പം ഞങ്ങൾ കൈപിടിച്ച് കയറ്റാനും കൂടെ നിൽക്കാനും കൂടെ ചേർത്ത് പിടിക്കാനും ആകെ ഉണ്ടായിരുന്ന സീനിയേഴ്സ് ഇവിടെ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഒരു വിടവാങ്ങലാണ്. അപ്പോൾ മാക്സിമം ആരുടെയും മനസ്സിൽ ഒന്നും വെക്കാണ്ട് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ഡേ ആണ്. ടാസ്കിലോട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പണി വരുന്നതാണ്. ഓക്കെ, ഓരോ പേരിലേക്ക് വിളിക്കുന്നതാണ്. നമ്മുടെ ഏറ്റവും പ്രിയകരായ 3 അംഗ സംഘം നമ്മുടെ അക്ഷരേച്ചി, ശ്രീനാഥേട്ടൻ, ജോലേട്ടനെ തന്നെ വിളിക്കാം. നമ്മുടെ സിനിമയുടെ സ്വന്തം ശ്രീനാഥ് ചേട്ടൻ വരുന്നുണ്ട്. എല്ലാവരും കൈയ്യടിക്കട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ വിളിച്ച് തന്നെ നിങ്ങൾ ഇവർക്ക് മാതൃകയായിട്ട് അടിച്ചു പൊളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? കിട്ടിയിരിക്കുന്ന നമ്പർ 63 ആണ്.
കാരണം പറഞ്ഞു പറയാനുള്ളത്, ഞാൻ ഡിപ്യൂഷനായ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച എന്റെ റെഡിയാക്കി വെച്ചത് രണ്ട് വ്യക്തികളാണ് ഇത് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും. ചേട്ടാ ആ ക്ലാസ് വലിയ റെഡിയാണെങ്കിൽ എപ്പോഴാണ്. അപ്പോഴും എന്റെ കൂടെ ഇപ്പോൾ ശ്രീനാഥ് എന്ന് പറഞ്ഞു, ഞങ്ങള് ഈ ക്ലാസ് കഴിയുമ്പോൾ ടൂർ പോകും, നിന്നെ കൊണ്ടുപോകില്ല, നിന്നെ ഒഴിവാക്കി ഞാൻ നിന്റെ ക്ലാസ് ഇതല്ല ഒരു മാനസികം. പൊളിറ്റിക്സിന്റെ ക്ലാസ്സിൽ വന്ന് നോക്കി പൊളിറ്റിക്സിനാരാ തോറ്റ, പൊളിറ്റിക്സിനാരാ തോറ്റ. അപ്പൊ ഞാനൊരു എഴുതിട്ട് ഞാൻ മാത്രമേ പൊളിറ്റിക്സിന് തോറ്റുള്ളൂ ഈ ചോദിക്കുന്നത് പറയും. പിന്നീട് 3 വർഷം കഴിഞ്ഞ് പിന്നെ പൊളിറ്റിക്സിന് ജയിച്ചു തുടങ്ങി. പിന്നീട് ചോദിച്ചിട്ടില്ല. ഇത്ര കാര്യം സെമി ജയിച്ചിട്ട് ഏറ്റവും കൂടുതൽ ജയിച്ചിരുന്ന പേപ്പറിന്റെ പൊളിറ്റിക്സ് സണ്ണി സാറിന്റെ പൊളിറ്റിക്സ് പേപ്പറാണ്. ഗൈസ്, നമ്മുടെ കയ്യിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ വളരെ വലിയ മികച്ച ഒരു സാധനമാണ്. ഇതുവരെ ഒരു കമ്പനി പോലെ ഇറക്കാത്തൊരു പുതിയൊരു പ്രോഡക്റ്റാണ് ഇത്. ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണിത്. ഇവിടെ ഒന്നും കിട്ടില്ല, ഇന്ത്യയിലൊന്നും കിട്ടില്ല, പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. സാധനം അമ്മിക്കല്ലാണ്. ഇപ്പൊ എങ്ങും ഇല്ല, സാധനം എങ്ങും ഇല്ല. ഇതിന് വില എന്ന് പറഞ്ഞാൽ 999 രൂപ മാത്രമാണ്. 1000 രൂപ 1 രൂപ ബാലൻസ് കൊണ്ട് തരും, തരാതിരിക്കില്ല. ഫസ്റ്റ് ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് ഏതാ? സാലറിയാണ്. ഇറക്കിയിട്ട് പറയാം.
ഗൈസ് ഞങ്ങളുടെ പ്രിൻസിപ്പളാണ് ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഗൈസ്? അമ്മിണീസ് വ്ലോഗ് 2 പൊറോട്ട സബ്സ്ക്രൈബ് ചെയ്യൂ. വേണമെങ്കിൽ ആ കറികൾ കഴിക്കാം. ചിട്ടൊന്നും വരുന്നില്ല. വേണമെങ്കിൽ വാടി ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ അമ്മിണീസ് വ്ലോഗ്. ഇന്ന് കോളേജിൽ സീനിയേഴ്സിന് ഫെയർവെൽ ആണ്. അപ്പം ഓൾറെഡി വ്ലോഗ് എടുത്തിട്ടുണ്ട്. എന്നാലും അമ്മയുടെ ഫോൺ അമ്മയ്ക്ക് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കൂട്ടുകാർക്ക് ഫോൺ പിടിക്കാൻ കൊടുത്തത് ഈ അവസ്ഥ അറിയില്ല. അപ്പൊ ഡു സബ്സ്ക്രൈബ്. അതല്ല എടാ
അതേടാ 25 വർഷം അവൻ കാണാതെ അവനിപ്പോ ഉണ്ടായിരുന്നെങ്കിലേ നമ്മുടെ കൂടെ ഇപ്പൊ അഖിലാന്ത മണ്ഡലം അറിയിച്ചു വെച്ചു പോരാ അഖിലാന്ത മണ്ഡലം അറിയിച്ചൊരക്കെ അയ്യാന്ത പഴയ പഴയ ചൊരക്കെ ആദ്യത്തെ ജീവിതത്തെ ഈ ഫെയർവെല്ല് ഇത്രയും മനോഹരമാക്കി മാറ്റിയ ഫൈറ്ററുകാരുടെ പ്രത്യേകം എല്ലാവിധമായ സ്നേഹവും നിങ്ങൾക്ക് നൽകുകയാണ്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഒരു അനിയനെ പോലെ ഞങ്ങൾ നിങ്ങളെ കാണും. എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. പറയുകയാണോ പൊന്നെ കർളെ ജോയില്
ഫോട്ടോ എടുത്ത് ഇങ്ങനെ തറയിൽ കിടക്കുവാണ്. ഡെഡിക്കേഷൻ ഉള്ള ഒരു ഫോട്ടോഗ്രാഫർ. ആഹാ സൂപ്പർ ആയിട്ടുണ്ട് ജിത്തു പാട്ട്. സ്പോട്ടിഫൈ കേൾക്കുന്നവരുണ്ടായിരുന്നു. വേറെ ലെവലായിരുന്നു. അമ്മിണി ബ്ലോഗിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം, കമന്റ് ചെയ്യണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് മണി അടിച്ച് ബൈ. അങ്ങനെ ഫെയർവെൽ പാർട്ടി അവസാനിച്ചിരിക്കുന്നു ഗൈസ്. ഓക്കേ ബൈ.